ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ പ്രൊമോയിൽ നമ്മളെ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും, സച്ചി ആകെ കുടിച്ച് പറ്റായിട്ട് കിടക്കുന്നതല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ രേവതിയുടെ അനിയത്തി രാവിലെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കാട്ടോ. അപ്പൊ ഒരു സൗണ്ട് കേട്ട് നമ്മുടെ സച്ചി ഞെട്ടിയാട്ടോ എണീക്കുന്നത്. അപ്പൊ ആകെപ്പാടെ തലേന്ന് അങ്ങനെ കെട്ടിറങ്ങി വന്നേ ഉള്ളൂ. അപ്പൊ തലയിൽ കൈയൊക്കെ വെച്ച് കൊടുത്താ വരുന്നത്. അപ്പൊ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, തലയിൽ കൈ വെച്ച് കൊടുക്കാതെ എങ്ങനെ വരും, കെട്ടിറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും കൂടെ നമ്മുടെ രവീന്ദ്രന്റെ അച്ഛന്റെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് അവര് പക്ഷെ കാണുന്നില്ല കേട്ടോ. അവർ കാണാതെ അവിടെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് അവരുടെ ആ ഒരു ദീപാവലി ആഘോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും നമ്മുടെ ചന്ദ്രയും നമ്മുടെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി പടക്കം പൊട്ടിക്കുകയും ഭയങ്കര ആഘോഷമൊക്കെയാണ്. അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ എനിക്കും ചേരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ശ്രീകാന്ത് ഒന്ന് കണ്ണ് നിറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, പോട്ടെ സാരമില്ലടാ, അവർ കണ്ടില്ലേ, അവർ ഹാപ്പിയാണ്, അവർ അടിച്ചു പൊളിക്കുന്നത് കണ്ടില്ലേ, വാടാ നമുക്കും കൂടി അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലൊക്കെ പോയി അവരും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആ ഒരു നിമിഷങ്ങളാട്ടോ. ആ ഒരു നിമിഷത്തിൽ നമ്മുടെ റോഷൻ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഷന് ഇപ്പോൾ ആ ഒരു നമ്മുടെ വർഷയോട് പകരം വീട്ടിൽ നിന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ വർഷയുടെ വീട്ടിൽ നിന്ന് വന്ന് വർഷയുടെ അച്ഛനെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ റോഷൻ ആ ഒരു എങ്ങനെയും പക വീട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വർഷ ഇങ്ങനെ ഗേറ്റിന് പുറത്ത് നിന്ന് ഇങ്ങനെ പടക്കമൊക്കെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് നമ്മുടെ റോഷൻ. അങ്ങനെ തന്നെ റോഷൻ ഇങ്ങനെ വണ്ടി അങ്ങോട്ട് നമ്മുടെ വർഷയുടെ നേരേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വർഷയ്ക്കൊന്നും പറ്റുന്നില്ല, വർഷ ഇങ്ങനെ ബാക്കിലേക്ക് വീണ് പോകുന്നുണ്ട്. പക്ഷെ വണ്ടി ഇങ്ങനെ പാഞ്ഞങ്ങോട്ട് എടുത്തിട്ട് പോകുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ റോഷൻ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും അതൊരു അപകട സൂചന തന്നെയായിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒരു ദീപാവലി നാളിൽ എല്ലാ വീട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പോരാത്തിന് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ആ ഒരു പിണക്കമൊക്കെ മറന്ന് അവരൊന്നാകുന്ന വീണ്ടും ഒന്നിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആവട്ടെ നമ്മുടെ ദീപാവലി നാളിൽ അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.